നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ ജ്യോതിഷത്തിൽ 8ാം ഭാവം അല്ലെങ്കിൽ അഷ്ടമഭാവം അല്ലെങ്കിൽ രന്ധ്രഭാവം എന്ന് പറയുന്നത് ആയുസ്, മരണം, പാരമ്പര്യം, നിഗൂഢ വിദ്യകൾ, പെട്ടെന്നുള്ള ധനലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നിവയെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിയാമല്ലോ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം, ശുക്രൻ സൗന്ദര്യം, പ്രണയം, കളത്രം അല്ലെങ്കിൽ പങ്കാളി, ധനം, സുഖസൗകര്യങ്ങൾ, ഒരാളുടെ റൊമാൻറ്റിക് നേച്ചർ എന്നിവയുടെ കാരകനാണ് ശുക്രൻ. അപ്പോൾ ഈ ഗ്രഹം 8ാം ഭാവത്തിൽ 6-12 അത്ര നല്ലൊരു ഭാവമല്ലെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അവിടെ 8ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ, വ്യാഴമൊക്കെ 8ൽ പോകുന്ന പോലുള്ള ഒരു ദോഷമല്ല ഇതിനുള്ള ഒരു സമ്മിശ്ര ഫലമാണ്. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത്, ശുക്രാചാര്യൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുരാണ കഥകളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അസുരന്മാരുടെ ഗുരുവായിട്ടാണ്. അസുരൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഞാൻ, എൻ്റേത്, എനിക്കുള്ളതെന്നുള്ള വികാരമാണ്. അപ്പോൾ അതിനെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളാണ് ആസുരികത എന്ന് പറയുന്നത്. അതൊരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിയുമ്പം മറ്റുള്ളവർക്ക് ദോഷമാവും. അപ്പം വാസ്തവത്തിൽ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ മോശം സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഉണ്ട്. പുരാണ കഥകളതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. വാസ്തവത്തിൽ നമ്മൾ മഹാഭാഗവതവും അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം അടങ്ങുന്ന മാർക്കണ്ഡേയ പുരാണമോ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പം ഭാഗവതമാണെങ്കിൽ ശുഖൻ പരീക്ഷത്തിന് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവതം എന്ന് പറയുന്നത്. വ്യാസഭഗവാൻ ആ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ശുഖൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിൽ അത് പറയുമ്പം അത് പരീക്ഷത്തിന് മാത്രമുള്ളതല്ല, അത് കേൾക്കുന്ന, വായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം അതിനുള്ളിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും അതിലെ കഥാസന്ദർഭങ്ങളിലെ ശരിതെറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയും ചെയ്യും എന്നുള്ളതാണ് പുരാണ കഥാശ്രവണത്തിൻ്റെയും പുരാണ പാരായണത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും തന്ത്രശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ വേദത്തിൻ്റെയും ആധ്യാത്മിക രഹസ്യങ്ങളെ സൂക്ഷ്മമായും സ്ഥൂലമായിട്ടും ശക്തമായിട്ട് വിന്യസിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റൊരു കഥ വായിക്കുന്ന പോലെ വായിച്ച് വിടാനുള്ളതല്ല. ഇപ്പോൾ കൂടുതലും എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ തത്വങ്ങൾ പലതും എങ്ങനെയാണ് ഈ ജ്യോതിഷത്തിലേക്ക് ഘടിപ്പിക്കുന്നത്. പലപ്പോഴും പുരാണ കഥാപാരായണം അല്ല പുരാണ പാരായണത്തിൽ നിന്നും ഓരോ ഗ്രഹങ്ങളുടെയും കാരകത്വം പറയുന്ന വിഷയങ്ങളെ ശരിയും തെറ്റും, ഒരു ഗ്രഹം പറയുന്ന കാരകത്വം, ഇപ്പോൾ ശുക്രനാണെങ്കിൽ ശുക്രന് പറയുന്ന കാരകത്വങ്ങളുടെ ശരിയും ശുക്രന് പറയുന്ന കാരകത്വങ്ങളുടെ തെറ്റും ഗുണവും ദോഷവുമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് പുരാണം നമുക്കൊരുപാട് പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെയാണ് പുരാണ രചന ഉണ്ടായത്. അല്ലെങ്കിൽ പുരാണ രചനയുടെ ഒരു ആവശ്യവുമില്ല. കാരണം ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് എത്താനുള്ള വഴികളെല്ലാം തന്നെ വേദത്തിലും അതുപോലെ തന്നെ ആഗമശാസ്ത്രങ്ങളിലും പറഞ്ഞു കഴിഞ്ഞതാണ് ഓൾറെഡി. പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല നമുക്ക്. അതിനെ പുരാണകഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ രീതിയിൽ, അതായത് ആഗമശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും ഉള്ളിലെ അന്തസത്തയെ ചിട്ടയോടെ പഠിച്ച് മനസ്സിലാക്കി സാധന ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത സാധാരണ മനുഷ്യർക്ക് ഭൂരിപക്ഷവും അവരാണ് കലിയുഗത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ അത് വ്യാസഭഗവാൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തി നോക്കുമ്പം അഷ്ടമശുക്രൻ എന്നതിന് പല തെറ്റിദ്ധാരണകളും ഇന്നത്തെ കാലത്തുണ്ട്. പുതിയ ജ്യോതിഷികളിലും അവർ പല ക്ലാസ്സുകളിലും പല വീഡിയോസിലായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് അഷ്ടമത്തിലെ ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷ ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ ദോഷഫലങ്ങളെപ്പറ്റിയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
അഷ്ടമത്തിലെ ശുക്രൻ. അനുകൂല ഫലങ്ങളിൽ നിന്ന് തുടങ്ങാം നമുക്ക്. പെട്ടെന്നുള്ള ധനലാഭമാണ് ഒന്നാമത്തെ എഫക്റ്റ്, സഡൻ വെൽത്ത്. 8ാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ നമുക്ക് നന്നായിട്ട് തരും. ഇൻഷുറൻസ് വഴി, ഷെയറിംഗ് മാർക്കറ്റ് വഴി, അല്ലെങ്കിൽ വാഹനത്തിലൂടെയുള്ള ഐശ്വര്യങ്ങൾ, അല്ലെങ്കിൽ ശുക്രൻ്റെ കാരകത്വത്തിലുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ സലൂൺസ്, അല്ലെ ബൊട്ടീക്കുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ധനലാഭങ്ങൾ, അല്ലെങ്കിൽ വിവാഹത്തിലൂടെയോ അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നും, വിവാഹ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമെങ്കിലും പങ്കാളി നിമിത്തമുണ്ടാവുന്ന അല്ലെങ്കിൽ പാർട്ട്ണർ നിമിത്തമുണ്ടാവുന്ന നേട്ടങ്ങൾ, അത് സാമ്പത്തിക നേട്ടം ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിത്തരുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാവാം. ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ധനപ്രാപ്തി എന്ന് ഒരു ജ്യോതിഷ ചൊല്ല് തന്നെയുണ്ട്. 8ലും 12ലും ഒക്കെ നിൽക്കാൻ കൊള്ളാവുന്ന ഒരു ഗ്രഹമായിട്ടാണ് ശുക്രനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ ഒരു ധനപ്രാപ്തി തരുന്ന, അഷ്ടമത്തിലെ ശുക്രൻ റിലേഷൻഷിപ്പ് വഴിയും അല്ലാതെയും ഒക്കെ ഭൗതിക ശുക്രൻ്റെ കാരകത്തിലുള്ള വിഷയം വഴിയൊക്കെ ഒരു ധനപ്രാപ്തി തരുന്ന ഒരു ഗ്രഹവും കൂടി ആണ്. അതുപോലെ തന്നെ നിഗൂഢ വിദ്യകളിൽ താല്പര്യം എന്നുള്ളതാണ് രണ്ടാമത്തേത്. 8ാം ഭാവം രഹസ്യഭാവമാണ്, നിഗൂഢ വിദ്യകളെ കുറിക്കുന്നൊരു ഭാവവും കൂടിയാണ്. അപ്പോൾ ഇവിടെ ശുക്രൻ നിന്നാൽ ജ്യോതിഷം, തന്ത്രം, മാന്ത്രിക വിഷയങ്ങൾ, ആത്മീയത, അതുപോലെ തന്നെ സെക്ഷുവൽ നോളജുകൾ, അതായത് സെക്ഷുവൽ ലൈഫിൻ്റെ നോളജുകളും കാമശാസ്ത്രങ്ങൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള താല്പര്യങ്ങൾ, അതിൽ അങ്ങനെയുള്ള ഗൂഢശാസ്ത്രങ്ങളിൽ ഇപ്പോൾ അപ്സരവിദ്യ, അതേപോലെ തന്നെ ഗന്ധർവവിദ്യ പോലുള്ള കാര്യങ്ങളിൽ അറിവും താല്പര്യവും ഗവേഷണ ബുദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ്. അത് പ്രയോഗിക്കാൻ നോക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇൻ ഒക്കൾട്ട് ആൻഡ് സീക്രട്ട് നോളജാണ്. അപ്പം അതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്തത് ദീർഘായുസ്സും സംരക്ഷണവും. അഷ്ടമത്തിലെ ശുക്രൻ 22ാം ദ്രേക്കാണാധിപനൊന്നും ആവാതെ, മാരകബന്ധങ്ങളൊന്നുമില്ലാതെ ബലവാനായിട്ട് 8ൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുന്നത്, ഒരു ശുഭഗ്രഹം 8ൽ നിൽക്കുന്നത് ആയുസ്സിന് ബലക്കൂടുതലുണ്ടാക്കും എന്നുള്ളതാണ്. കൂടാതെ മൃതസഞ്ജീവിനി വിദ്യയുടെ ആചാര്യനായിരിക്കുന്ന ശുക്രാചാര്യർ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വലിയ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അദൃശ്യമായിട്ടുള്ള ഒരു സംരക്ഷണ കവചം, അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കാനുള്ള ഒരു ബുദ്ധി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും ആ ഒരു അനുഗ്രഹം ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അമൃത് കഴിച്ച ദേവന്മാരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടുപോയ, മരണപ്പെട്ടുപോയ അസുരന്മാരെ മൃതസഞ്ജീവിനി വിദ്യയിലൂടെ ഉയർത്തിയതാണ് ശുക്രാചാര്യർ. ആ കഥാഭാവം വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നല്ലൊരു ഗുരുനാഥൻ കൂടെ ഉണ്ടെങ്കിൽ, നല്ലൊരു ആചാര്യൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ അമൃത് എന്നാലോചിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കൃത്യമായിട്ട് പോയാൽ ഒരു വീഴ്ച വന്നാലും അദ്ദേഹം പറഞ്ഞു തരുന്ന വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ജീവിക്കണം, നമ്മുടെ പ്രാരാബ്ധങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം. എന്നിരുന്നാൽ പോലും നമുക്ക് ഓവർകം ചെയ്യാൻ, അപകടങ്ങളിൽ നിന്ന് കരകയറാനുള്ളൊരു അദൃശ്യമായിട്ടുള്ളൊരു സംരക്ഷണ കവചം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അഷ്ടമത്തിലെ ശുക്രൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കുറേ ജാതകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആയുർ സംബന്ധമായിട്ടുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം, സുഖകരമായിട്ടുള്ളൊരു അന്ത്യം. ശുഭഗ്രഹങ്ങൾ വാസ്തവത്തിൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ബലവാനാണെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലം സമാധാനപരവും വലിയ കഷ്ടപ്പാടുകളില്ലാത്തതുമായിരിക്കും എന്നുള്ളതാണ്. അല്ലെ നോക്കാൻ ആളുണ്ടാകും എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ. പ്രത്യേകിച്ച് അഷ്ടമത്തിലെ ശുക്രൻ, ഈ അഷ്ടമത്തിലെ ശുക്രനുള്ള പലരും വളരെ പോഷായിട്ടുള്ള ഓൾഡ് ഏജ് ഹോമിൽ കിടന്ന് മരിച്ചിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഒരു അസ്ട്രോളജി സുഹൃത്ത്, ജ്യോതിഷ ഗവേഷണം നടത്തുന്ന, പ്രൊഫഷണൽ അസ്ട്രോളജറല്ല, ഒരു ഗവേഷകനാണ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ച് പേരുടെ ഹൊറോസ്കോപ്പൊക്കെ എടുത്ത് ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ MSW ഒക്കെ കഴിഞ്ഞ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം
ഈ ജ്യോതിഷത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ഇങ്ങനെ പോയിട്ട് കഥയൊക്കെ പറഞ്ഞ് നാളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഹൊറോസ്കോപ്പൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ചർച്ചയുടെ ഇടയിൽ ഈ ഒരു കാര്യം ജീവിതത്തിൻ്റെ അവസാന കാലം സമാധാനപരവും സുഖകരമായിട്ടുള്ളൊരു അന്ത്യത്തിന് ശുക്രൻ സഹായിക്കും എന്നുള്ളതും ഒരു അനുഭവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇനിയും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോടെ കുറച്ച് നോക്കണമുള്ള. അഷ്ടമം എന്ന് പറയുന്നത് പൊതുവെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ട ഒരു ഭാവമാണ്. അപ്പം പ്രതികൂല ഫലങ്ങൾ, ബാഡ് എഫക്റ്റ് നോക്കാം. ഒന്നാമത്തേത്, ശുക്രൻ 7-ാം ഭാവത്തിൻ്റെ കാരകനാണ്. അത് അഷ്ടമത്തിൽ പോയാൽ, 7ൻ്റെ കാരകൻ അഷ്ടമത്തിൽ പോകുമ്പം മാരിറ്റൽ ഇഷ്യൂസാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ. പുരുഷ ജാതകത്തിൽ കളത്രകാരകനാണ് മെയിനായിട്ടും. സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തെയും കൊണ്ടും പറയും. ചില ജ്യോതിഷികൾ സ്ത്രീ ജാതകത്തിൽ കുജനെ കൊണ്ടും പറയുന്നുണ്ട്. അപ്പം വിവാഹകാരകനായ ശുക്രൻ പൊതുവിവാഹത്തിൻ്റെയും ലൈംഗിക വിഷയങ്ങളുടെയും ക്രീഡകളുടെയും ഒക്കെ കാരകനായിട്ട് പറയുന്നത് വാസ്തവത്തിൽ ശുക്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ 8-ാം ഭാവം എന്ന ദുസ്ഥാനത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ രഹസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വൈകാരികമായിട്ടുള്ള അകൽച്ച എന്നിവ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരാൾക്ക് ശുക്രൻ 8-ലും ഒരാൾക്ക് വ്യാഴവും ശുക്രനും 12-ലുമായിട്ടുള്ള 2 പേരുടെ ഹൊറോസ്കോപ്പ് ഏകദേശം ഒരു 8-9 വർഷത്തിന് മുമ്പ് കാണാനിടയായി. അതിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ അന്ന് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നൊരു കാലമല്ല. ജ്യോതിഷത്തിൻ്റെ ആദ്യ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും കൺസൾട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നൊരു കാലമല്ല. അന്ന് ഈ 2 ഹൊറോസ്കോപ്പുകൾ, ഒരാൾക്ക് 8-ൽ ശുക്രൻ പുരുഷ ജാതകത്തിൽ, പുള്ളിക്കും 2-ൽ വ്യാഴവും ഉണ്ട്. സ്ത്രീ ജാതകത്തിൽ വ്യാഴവും ശുക്രനും 12-ൽ, ചൊവ്വ 8-ലും. അപ്പം ഇന്നത്തെ കൂട്ടല്ല, ഒരു 12 വർഷത്തിന് മുമ്പ്, അന്നത് പറയുമ്പോൾ തന്നെ ഒരു 3-4 വർഷം ആയി എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്തത് പറയുന്നത് ഈ ജാതകം തന്നിട്ട്. നമ്മൾ ഇന്നത്തെ കൂട്ടല്ല, അന്ന് ഏകദേശം കോട്ടയം പാലാ ഭാഗത്ത് താമസിക്കുന്ന 2 പേര്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഈ വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി അവയർനെസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ട് നല്ല അവയർനെസ് ഉള്ളൊരു കാലഘട്ടമാണ്. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു കാലം. മൊബൈൽ പോലും നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ അധിക കാലമായിട്ടില്ല. ഒരു 10-15 2008-2009 കാലഘട്ടത്തിൽ പാല അല്ലെങ്കിൽ ആ ഒരു കോട്ടയം ഏരിയയിൽ 2 പേര്, അതായത് അത്യാവശ്യം നല്ല സമ്പത്ത്, നല്ല വാഹനങ്ങൾ, അത്യാവശ്യം ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന 2 വ്യക്തികൾ. ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് സ്വിഗ്ഗിയും സൊമാറ്റോയും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചിരുന്ന 2 വ്യക്തികൾ നമ്മളുടെ ഇടയിലേക്കൊക്കെ വരുമ്പം, ഇടപെടുമ്പം വളരെ പ്ലാറ്റോണിക്കായിട്ടുള്ള ഒരു ലവ് ആയിട്ടാണ് അവർ തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. വളരെ സ്നേഹമായിട്ട് വരും, സന്തോഷമായിട്ട് അഭിനയിച്ച് തകർക്കും. പക്ഷെ വീടിനുള്ളിൽ 2 പേരും 2 ലോകത്താണ്. ഇന്നാണ് നൈറ്റ് ഡിവോഴ്സ് എന്നും അല്ലെങ്കിൽ വീടിനുള്ളിൽ ഹോം ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന വേർഡുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അന്നിത് കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമം, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. 2 പേരും 2 പേരുടെയും സ്വാതന്ത്ര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാതെ, എന്നാൽ സമൂഹത്തിൻ്റെ മുന്നിൽ, ചുറ്റുപാടുകളുള്ള ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ജീവിക്കുന്ന 2 വ്യക്തികൾ. ആ ജാതകത്തിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും, നമ്മളത് കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ആ കാരകഗ്രഹം 6-8-12-ൽ പോകുന്നതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഘടിപ്പിച്ച് പറയാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ഹൊറോസ്കോപ്പുകൾ, എങ്ങും തൊടാതെ ഒരു 1000-ന് മുകളിൽ ഹൊറോസ്കോപ്പ് ഡിവോഴ്സായിട്ട് വരുന്നവരുടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 അല്ല, അതിന് മുകളിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പലയിടത്തും 7-ാം ഭാവാധിപനും ശുക്രനും വ്യാഴവും 6-8-12-ലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ ഒരു അനുഭവ കഥയും അതോടൊപ്പം ചേർത്ത് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അടുത്തത്, അഖ്യാതിക്കും രഹസ്യബന്ധങ്ങൾക്കുമുള്ള സാധ്യതയാണ് അഷ്ടമത്തിലെ ശുക്രൻ എന്ന് പറയുന്നത്. 8-ാം ഭാവത്തിലെ ശുക്രൻ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ഒരു പക്ഷേ. അത് പലപ്പോഴും വീട്ടിലുള്ള പ്രശ്നങ്ങളും ഈ മുമ്പേ പറഞ്ഞ പോലെ മാരിറ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവിഹിത ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ രഹസ്യബന്ധങ്ങളിലേക്കോ പ്രണയങ്ങളിലേക്കോ ഉള്ള
പോകാനുള്ളൊരു പ്രവണതയും ഉണ്ടാവും. അതുവഴി സമൂഹത്തിൻ്റെ അപഖ്യാതി, സ്കാൻഡൽസ് ഉണ്ടാവാനും മാനഹാനി എന്നിവ നേരിടാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ തമാശയ്ക്ക് പറയും, എല്ലാവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവും. രാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും പിടിക്കപ്പെടുമെന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. മനുഷ്യർ മറ്റുള്ളവർക്കാർക്കും ദോഷം ചെയ്യാതെ ജീവിക്കുന്നത് പലപ്പോഴും ധർമ്മബോധം കൊണ്ടാണ് എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. ഫാമിലിയോട്, ചുറ്റുപാടുകളോട്, സൊസൈറ്റിയോട്, എല്ലാവരോടുമുള്ള ഒരു ബേസിക് കമ്മിറ്റ്മെൻറ്റ് ആണ്, ചെയ്യുന്ന ജോലിയോട് ഒക്കെ. അപ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും വ്യവഹരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലെ വാസനകൾ ഉണരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഉണരുക തന്നെ ചെയ്യും. അതിനാരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ അത് ഓരോ ജനറേഷനും ഓരോ തരത്തിലായിരിക്കും അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയുന്നത്. 1960കളിൽ പറഞ്ഞ ശരിതെറ്റുകളല്ല 90കളിൽ പറയുന്നത്. നമ്മളൊക്കെ 90s അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ പറയുന്നത്, 80s 90s ഉള്ളവർ, 2000-ൽ ജനിച്ചവർ ആ ഒരു ഇതിലല്ല പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിനെ, ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. സമൂഹത്തിന് എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആക്ച്വലി നമ്മൾ സമൂഹത്തെ പേടിക്കുകയല്ല വേണ്ടത്, നമുക്ക് സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന നാടിനോടും, അല്ലെങ്കിൽ അത് ഏത് നാട്ടിലാണെങ്കിലും, നിങ്ങളിപ്പോൾ US-ലാണ് അല്ലെങ്കിൽ GCC-ലാണ് അല്ലെങ്കിൽ വേറെ ഏത് യൂറോപ്യൻ കൺട്രീസിലാണ് അല്ലെങ്കിൽ US-ലാണ്, എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും, ഈവൻ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ നാടിൻ്റെ ഒരു രീതി ഉണ്ടാവും. കാരണം അവിടെ മനുഷ്യൻ ഇവോൾവായി വന്നതിൻ്റെ ഒരു രീതി ഉണ്ടാവും. അപ്പം നമ്മളുടെ സാഹചര്യവുമായിട്ടും നമ്മുടെ സ്വഭാവ രീതികളുമായിട്ടും ചിലപ്പോൾ ചേരുന്നതായിരിക്കാം, ചിലപ്പോൾ ചേരാത്തതായിരിക്കാം. ആ ചേരാത്തതാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുക എന്നുള്ളത് അതൊരു സിറ്റിസൻ്റെ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റാണ്. അവിടുത്തെ ലോ അതുപോലുള്ള കാര്യങ്ങളെ നോക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ പല കുട്ടികളും അത് നോക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, അതൊരു യുക്തിയാണ്. അത് നോക്കാതിരുന്നാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം 8-ൽ ശുക്രനുള്ളവർക്ക് അങ്ങനെ നോക്കാതിരുന്നാൽ അതുവഴി സമൂഹത്തിൻ്റെ അപഖ്യാതിയും മാനഹാനിയുമൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് പേടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പ്രശ്നമല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റാനൊന്നും, സമൂഹത്തെ മൊത്തം മാറ്റാനൊന്നും നമുക്ക് കഴിയത്തില്ല. ഓരോ നാടിനും, ഓരോ ജീവിതത്തിനും, ഓരോ സാഹചര്യത്തിനും ഓരോ രീതിയുണ്ട്. ശരിയും തെറ്റും എന്നൊന്നല്ലാതെ, ശരി തെറ്റ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. എന്നിരുന്നാൽ പോലും ഓരോ നാടിനും ആ രീതിയുണ്ട് എന്നുള്ളതാണ്. അപ്പം അപഖ്യാതികൾക്കും മാനഹാനിക്കുമുള്ള സാധ്യത അഷ്ടമത്തിലെ ശുക്രൻ വെച്ച് നീട്ടുന്നുണ്ട് എന്നുള്ളതും കൂടി സൂക്ഷിക്കേണ്ടതാണ്. തൽനിമിത്തം സമാധാനം പോകാനും, അത് നിമിത്തം കുടുംബജീവിതം പോകാനും, അത് നിമിത്തം മക്കൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക് ബുദ്ധിമുട്ട് വരാനും പേരുദോഷം ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയവും കൂടി ആണ്. അടുത്തത് ആരോഗ്യ പ്രശ്നമാണ്, ഹെൽത്ത് ഇഷ്യൂസ്. അഷ്ടമത്തിലെ ശുക്രൻ എന്ന് പറയുന്നത്, പൊതുവെ ഈ ശുക്രനും വ്യാഴവും ഒക്കെ എന്ന് പറയുന്നത് ഡയബറ്റിക്സുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. വ്യാഴം അതുപോലെ തന്നെ ശുക്രനും. അതിൽ പ്രത്യുൽപാദന, ഈ ഡെയിലി ലൈഫിലുണ്ടാവുന്ന രീതികളിൽ നിന്ന് മാറി നമ്മൾ പോകുമ്പം ഉണ്ടാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ലൈംഗികതയിലൂടെ പകരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ പ്രമേഹം, അതുപോലെ തന്നെ ഈ ഓവറായിട്ടുള്ള എൻജോയ്മെൻറ്റ് കൊണ്ടുണ്ട്. അതിപ്പോൾ ഡെയിലി പബ്ബിൽ പോകുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മളൊരു നിയന്ത്രണമില്ലാതെ, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു നിയന്ത്രണവുമില്ലാതെ അൺകൺട്രോൾഡായിട്ട് പോകുന്നത് വഴി ഉണ്ടാവുന്ന അസുഖങ്ങൾ, ഇവയ്ക്കൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്തത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആഡംബര ഭ്രമമാണ്. തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള വിഷയങ്ങൾ, ആഡംബരത്തിന് വേണ്ടിയും സുഖസൗകര്യത്തിന് വേണ്ടിയും ധാരാളം കടമുണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അമിതമായിട്ട് പണം ചിലവാക്കുന്ന എക്സ്ട്രാവാഗൻസ്. ഒരു കാര്യമില്ല, നമുക്ക് തന്നെ അറിയാം ഇത്രയും ചിലവാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഒരു സന്തോഷം. ആ ചിലവാക്കിയ ആഡംബരം അതാണ് ഒരു സന്തോഷം. അപ്പോൾ അത് നിമിത്തം ബാധ്യത വരുത്തി വെക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
ഇത്രയൊക്കെയാണ് 8ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ. ഇത് ഒരു പൊതുഫലമാണ് കേട്ടോ. 8ാം ഭാവം ഏത് രാശിയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ശുക്രൻ സ്വന്തം രാശിയിൽ ഇടവത്തിലോ അല്ലെങ്കിൽ തുലാത്തിലോ അല്ലെങ്കിൽ ഉച്ചരാശിയായിട്ടുള്ള മീനത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ 8ാം ഭാവത്തിൽ ഗുണങ്ങളായിരിക്കും കൂടുതൽ, ദോഷവശങ്ങൾ വളരെ കുറച്ചേ അനുഭവിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നിസർഗ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായിരിക്കുന്ന ശുക്രൻ ഉച്ചനാവുന്ന സ്ഥലവും 12ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഗുണം ഈ ശുക്രൻ 8ഉം 12ലുണ്ട്. 6ൽ എന്നാൽ നീചനാവുന്നതായതുകൊണ്ട് തന്നെ 6ാം ഭാവത്തിലെ ശുക്രൻ അത്ര നല്ലതുമല്ലെന്ന്. പൊതുവെ ദോഷമാണ് 6ാം ഭാവത്തിലെ ശുക്രൻ അനുഭവത്തിലും. അപ്പം നീചരാശിയിൽ നിൽക്കുന്ന 8ൽ നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ദോഷം ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രവിയുടെ നക്ഷത്രത്തിൽ, ശനിയുടെ നക്ഷത്രത്തിലൊക്കെ നിൽക്കുന്ന ശുക്രൻ വളരെ ദോഷമാണ്. അതേ സമയത്ത് ഈ ഉച്ചനായിട്ടും സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുന്നത് ശരിക്കും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും ഭൗതികപരമായിട്ടുള്ള വളർച്ചകളും ഒക്കെ നൽകുന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വെക്കണം. ശനി, രാഹു, കേതു, അതേപോലെ തന്നെ രവി ഇവരുമായിട്ടൊക്കെ യോഗം ചെയ്യുന്ന ശുക്രൻ അത്ര നല്ലതല്ല കേട്ടോ. അതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഒരു കാർമിക് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.